അങ്ങനെ 2025 കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ ഈ ഒരു 2025 എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കുഴപ്പമില്ലാതെ അങ്ങ് പോയെന്ന് പറയാം. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. ഒരുപാട് യാത്രകൾ പോകാൻ പറ്റി, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എന്നാൽ ചില ദിവസങ്ങളാകട്ടെ ഇതുപോലെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ മൂടി പൊതിച്ചെടുന്ന് ഉറങ്ങിയ ദിവസങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു ബിഗ് അച്ചീവ്മെന്റിൽ ഒരുപാട് അഭിമാനം തോന്നിയ ദിവസങ്ങൾ. പിന്നെ ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത്, എന്നാൽ ചില ദിവസങ്ങളാകട്ടെ കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങിയ ദിവസങ്ങൾ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ദിവസങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ദിവസങ്ങൾ. പിന്നെ ഞങ്ങളുടെ എല്ലാവരെയും വലിയൊരു സ്വപ്നത്തിന് തുടക്കം കുറിച്ച ഒരു ദിവസം. ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും എന്ന് വേണ്ടത് കൊളീഗ്സിൻ്റെ കൂടെ വരെ എൻജോയ് ചെയ്ത് ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു 2025. ഇനിയിപ്പോൾ 2026 ദൈവം നമുക്ക് എന്താണോ കാത്തു വെച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും തരുന്നതെല്ലാം താങ്ങാനുള്ള കെൽപ്പും കൂടെ ദൈവം തരണേന്ന് മാത്രമാണ് ഒരു പ്രാർത്ഥന. അപ്പോൾ ഇനിയിപ്പോൾ 2026 കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.